ചേലക്കരയിലെ UDFന്റെ തോൽവിക്ക് പിന്നാലെ പാർട്ടിക്കുള്ളിലെ പൊട്ടിത്തെറി പുറത്തേക്ക് വരികയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷവും ഉപതെരഞ്ഞെടുപ്പിൽ രമ്യയെ സ്ഥാനാർത്ഥിയാക്കിയത് പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പ് അവഗണിച്ചാണ്. ഇന്നലെ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം വിഷയത്തിൽ പാർട്ടി ഗ്രൂപ്പുകളിൽ പ്രാദേശിക നേതാക്കൾ വിമർശനവുമായി രംഗത്തെത്തി. രമ്യയെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് പലതവണ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പ്രാദേശിക നേതാക്കളുടെ വാക്കിന് വില കൽപ്പിക്കാത്തത് തോൽവിക്ക് കാരണമായി. താഴെത്തട്ടിലുള്ള നേതാക്കളോട് രമ്യയ്ക്ക് അഹംഭാവമാണെന്നും ഈ തോൽവി ചോദിച്ചു വാങ്ങിയതെന്നും കോൺഗ്രസിന്റെ ചേലക്കര മണ്ഡലം കമ്മിറ്റി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രാദേശിക നേതാക്കൾ തുറന്നടിച്ചു. എന്നാൽ ചേലക്കരയിൽ പ്രചാരണത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല. തൃശൂരിൽ ഒരുപാട് സംഘടനാ ദൗർബല്യങ്ങളുണ്ടെന്ന് VD സതീശൻ തന്നെ തുറന്നു സമ്മതിക്കുന്നു. നേതൃത്വത്തിന് ഉത്തരവാദിത്വമുണ്ടല്ലോ. നേതൃത്വമല്ലേ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. എല്ലാവരും ചേർന്ന് ആലോചിച്ച് തീരുമാനിച്ചാണ്. അതൊക്കെ നമ്മൾ പരിശോധിക്കും. അതെല്ലാം പരിശോധിക്കും. ഒരു 10-20 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു തൃശൂർ? UDFന്റെ കോട്ടയായിരുന്നു. ആ സ്ഥിതിയിലേക്ക് ഞങ്ങൾ ഒരു വർഷം കൊണ്ട് ആ തൃശൂർ ജില്ലയെ എത്തി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേതാക്കളുടെ പ്രവർത്തനം വേണ്ടത്ര ഉണ്ടായിരുന്നില്ലെന്ന് രമ്യ നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. ഇത്തവണ അത്തരത്തിലുള്ള പരാതികളുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.